പണ്ട് കാലത്ത് ഒരു കുടുംബത്തിലെ മുഴുവൻ ചെലവുകളും മക്കളെ പഠിപ്പിക്കുന്നതാവട്ടെ, ചികിത്സയാവട്ടെ, സ്വർണം വാങ്ങുന്നതാവട്ടെ, അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ വിധത്തിലുള്ള ചിലവുകളും നടന്നുകൊണ്ടിരുന്നത് തേങ്ങ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ്. ഒരു 10-20 തെങ്ങുണ്ടെങ്കിൽ ഒരു കുടുംബം സുഭിക്ഷമായി കഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഇന്നോ എല്ലും തോലുമായ കുറേ തെങ്ങുകളല്ലാതെ, മണ്ട പോയ തെങ്ങുകളല്ലാതെ നമ്മുടെ കേരളത്തിൽ ഒന്നും കാണാനില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറേയേറെ കാരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ പണ്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ അവർ കൃത്യമായ ഇടവേളകളിൽ തെങ്ങിൻ്റെ മുകളിൽ ചാരവും ഉപ്പും ഒക്കെ വിതറി കൊടുക്കുമായിരുന്നു. തേങ്ങ ഇടുന്ന ആൾക്കാരെ കൊണ്ട് തെങ്ങിൻ്റെ മണ്ട ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുമല്ലേ, ഇന്നത്തെ കാലത്ത് തേങ്ങ ഇടാൻ പോലും മര്യാദയ്ക്ക് ആളെ കിട്ടാറില്ല എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലാഭം നോക്കി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പോൾ 5 തെങ്ങുണ്ട്, അതിൽ 2 തെങ്ങിൽ മാത്രമേ കായ്ബലമുള്ളൂ, 1 കായ്ബലം ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ 2 തെങ്ങിൽ കായ്ബലമുള്ള തെങ്ങിൽ മാത്രം ആളെ കയറ്റും, മറ്റുള്ള 3 തെങ്ങുകൾ വെറുതെ വിടും. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇടയ്ക്കെങ്കിലും ഒരു വർഷത്തിലൊരു 2 തവണയെങ്കിലും ഈ കായ്ബലമില്ലാത്ത തെങ്ങുകളും കൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമായിരുന്നു. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരു 8 വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 തെങ്ങിൽ തേങ്ങ ഇടാനായിട്ട് ആൾ കയറുന്നു, തേങ്ങ ഇടുന്നു, ഇറങ്ങുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ബാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന 3 തെങ്ങിലുള്ള രോഗം, കീടരോഗങ്ങൾ, അതിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും ഈ തെങ്ങിനെ, ഈ ബാക്കി കായ്ബലമുള്ള 2 തെങ്ങിനെ കൂടി ബാധിക്കുകയും അതും കൂടി ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, വല്ലപ്പോഴും ഒന്ന് തെങ്ങിനെ കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും. വൃത്തിയാക്കി കൊടുക്കുകയും വളമൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്ത് നോക്കൂ, പ്രയോജനം ഉണ്ടാവും.